ഇദ്ദേഹം പറയുന്നതിനോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു? ഈ വീഡിയോ കണ്ടതിന് ശേഷം ബസ്സിലിരിക്കുന്ന ഹിന്ദു ആൾക്കാര് ഒരു ബസ്സിൽ പോകുമ്പോൾ സൈഡിൽ അമ്പലം, ബസ്സിലിരിക്കുന്ന ഹിന്ദു ഒന്നിങ്ങനെ കുനിഞ്ഞു ഒന്ന് തൊഴും. ഒരു ക്രിസ്ത്യൻ പള്ളി വരുമ്പോൾ ഇതേ സർക്കസ് ക്രിസ്ത്യാനി കാണിക്കും. എന്തിനാണ്? ആ പള്ളിക്കകത്ത് എന്തുണ്ടെന്നാണ്? പള്ളി വെറുതെ ഒരു ആരാധനാലയമാണ്, അല്ലാതെ യേശു ക്രിസ്തുവിന്റെ ഇരിപ്പിടമല്ല, കർത്താവിന്റെ ഇരിപ്പിടമല്ല, ഒന്നുമല്ല. യഹോവ അവിടെ ഇരിക്കുന്നില്ല, ഒന്നുമില്ല. ബട്ട് ഇത് ചെയ്യുന്നതിലൂടെ ഹിന്ദുവിനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങളും ഇത് ചെയ്യുന്നു. മുസ്ലിം പള്ളിക്ക് മുമ്പിൽ മുസ്ലിം പള്ളിയിലൊന്നുമില്ല, ഇറ്റ് ഇസ് എ ഹോൾ, ചുമ്മാ ഒരു നിസ്കരിക്കാനുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ മുസ്ലിങ്ങൾ അത് ചെയ്യുന്നതിലൂടെ അവർ പകുതി ഹിന്ദുവായിട്ട് മാറും. ടി ജി മോഹൻദാസ് ഇദ്ദേഹം ഇതുപോലുള്ള ചില പ്രസ്താവനകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇറക്കി വിടും. എനിക്ക് താങ്കളോട് പറയാനുള്ളത്, അല്ല ഇത് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് ആരും ആരെയും അനുകരിക്കുന്ന ഒരു സംഭവം എന്നല്ല. ഇത് നമ്മൾ പണ്ട് മുതലേ, അല്ലെങ്കിൽ നമ്മൾ അച്ഛനമ്മമാർ പഠിപ്പിച്ചു തന്ന രീതി അനുസരിച്ച് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതാണ്. അമ്പലങ്ങളുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ പള്ളികളിൽ ചെല്ലുമ്പോഴും ഞാൻ ഇതുപോലെ ആക്കാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരു ഹിന്ദുവാണ്, ഹിന്ദു മതം എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് പോകുന്ന ആളാണ്. പള്ളിയെന്നില്ല, അമ്പലമൊന്നുമില്ല ഒക്കെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ആക്കാറുണ്ട്, ഇങ്ങനെ ആക്കാറുണ്ട്. അവിടെ ദൈവമുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറം നമ്മുടെ ഉള്ളിലൊരു ദൈവികത ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പറയും ദൈവമുണ്ടോ? ഉണ്ട്. ദൈവം ഇല്ലേ? ഇല്ല. പക്ഷേ ഇതിന് വാദങ്ങളും പ്രതിവാദങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ ഞാൻ പറയില്ലേ, ഒരു ദൈവികത അല്ലെങ്കിൽ ദൈവമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ദൈവം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു സംഭവം അത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ വേണം. ഇത്രയൊക്കെ ഉണ്ടായിട്ട്, ഇത്രയും അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഉണ്ടായിട്ടും നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതും കൂടെ ഇല്ലെങ്കിലോ? അപ്പോൾ അതിനൊക്കെ ഒരു പ്രതീകം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ അമ്പലങ്ങളും പള്ളികളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നതിനാണ്, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നതിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, നമ്മൾ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള വിഗ്രഹങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ നമ്മൾ ദൈവികമായിട്ടുള്ള സ്തുതികളിലൂടെ, അല്ലെങ്കിൽ പ്രാർത്ഥനകളിലൂടെ, ആചാരങ്ങളിലൂടെ അതിന് ഒരു ശക്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ വിഗ്രഹത്തിൽ ഒരു ദൈവത്തിനോടുള്ള എന്താ പറയുക, ഭയം എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? നമുക്കൊരു ആരാധന, ഒരു ഇഷ്ടം, ഒരു സ്നേഹം, അതോടൊപ്പം നമ്മളൊരു ഭക്തി ബഹുമാനം എന്നൊക്കെ പറയില്ലേ, അതുണ്ടാവണം. അത് ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക, അതിലൂടെ ഒരു മനസ്സിന് ഒരു ശാന്തി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയൊക്കെ തന്നെയാണ്. അല്ലാതെ അവിടെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതിനപ്പുറം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്.